റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ചില നേരത്ത് വാക്കുകളെക്കാളും വേദന തോന്നുന്നത് സൈലൻസ് തന്നെയാണ്. ഞാൻ ആര്യ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഉണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിലെ കോമൺ ബിഹേവിയറായ സൈലന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നത് ഇന്റൻഷനലി ഒരാൾ ഇഗ്നോർ ചെയ്യുകയും കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുകയും കോൾ ചെയ്താൽ എടുക്കാതിരിക്കുകയും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാതെ ഇരിക്കുകയും പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റിന് ശേഷമാണ് നടക്കുന്നത്. അതായത് ഞാനൊന്നും സംസാരിക്കുന്നില്ല, അവർ വേണമെങ്കിൽ മനസ്സിലാവട്ടെ എന്ന രീതിയിലുള്ള സൈലന്റ് പണിഷ്മെന്റ് ആണ്. അവിടെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണറിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഓവർ തിങ്കിങ്, ആൻസൈറ്റി, സെൽഫ് ഡൗട്ട്, ഗിൽറ്റി ഫീലിംഗ്, ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ വേണ്ടായിട്ടാണോ, എന്നോട് എന്തിനാണ് ഇഗ്നോർ ചെയ്യുന്നത്, എന്നോട് എന്താണ് സംസാരിക്കട്ടെ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വരാം. ഇതിൽ സൈലൻസ് എന്ന് പറയുമ്പോൾ അൺഹെൽത്തി സൈലൻസ് മാത്രമല്ല, ഇവിടെ ഹെൽത്തി സൈലൻസും ഉണ്ടാകും. അതായത് ഞാൻ ഇപ്പോൾ ഓക്കെ അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പറയുന്നത് ഹെൽത്തി സൈലൻസ് ആണ്. അൺഹെൽത്തി സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതും കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. ഇവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത് റിലേഷൻഷിപ്പിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, എന്നാൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.